പുഷ്പടാ വൈൽഡ് ഫയർ വൈൽഡ് ഫയർ. ഇത് പുഷ്പല്ലട്ടാ. ഇതിനെ കാണുമ്പോ എനിക്ക് പുഷ്പളത ഓർമ്മ വരാം. പുഷ്പളത എന്താ വെച്ചാല് നമ്മൾ ഈ പൻവേലൊരു സ്റ്റേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാധനം വരും ട്രെയിനിന്റെ ഉള്ളിലേക്ക്. അരേ ബീസ് തേതോ പച്ചാസ് തേതോ ബായ് തീസ് തേതോ ബായ് എന്ന് പറഞ്ഞാണ്ട് ഒരു സാധനം. അതിന്റെ പേരാണ് പുഷ്പളത. അത് ഭയങ്കര സീന് സാധനം കേട്ടാ. അതേമാതിരി അത് തോന്നുക കറക്റ്റ്. പിന്നെ എനിക്ക് ഈ അലിൻ ജോസ് പെരേരനെ കാണുമ്പോൾ എന്താ വെച്ചാല് ഞാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ജാമിയ മില്ലിയയിൽ ഇപ്പൊ MA അറബി പഠിക്കണോണ്ടാണ് അറിയില്ല. എനിക്കിത് കാണുമ്പോൾ ഒരു അറബിയിലൊരു ചൊല്ലുണ്ട്, ഇതാലും തസ്തഹി ഫസ്റ്റ് ചേർത്ത ഉളുപ്പില്ലേ പിന്നെ നിങ്ങളെ ലൈഫ് സെറ്റാണ്. ഉളുപ്പില്ലാത്തവർക്ക് എന്തും ചെയ്യാം ലോകത്ത് എന്തും. ആ സർട്ടിഫിക്കറ്റ് ഇങ്ങോട്ട് കിട്ടിയാൽ മതി. ഇപ്പൊ നമുക്ക് ഷെഡ് അയച്ച് ഒക്കെ അയച്ചിട്ടാണ് റോട്ടുമ്മ കൂടെ അങ്ങനെ നടക്കാലോ. നമുക്ക് ഉളുപ്പില്ലല്ലോ. പിന്നെ ഇപ്പൊ ചെടി മാത്രം ഇട്ടാണ് ഇപ്പൊ നമ്മള് ട്രെയിനിൽ കയറുകയാണ്. ആൾക്കാർ ഇങ്ങനെ നോക്കൂ. പക്ഷെ നമുക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മതി. ഇപ്പൊ ഈ അലിൻ ജോസ് പെരേരൊക്കെ റിവ്യൂ പറയുമ്പോൾ ഉള്ളത് കണ്ടടാ, മമ്മൂട്ടി സൂപ്പറാണടാ, പുഷ്പ തന്നെയാണ് കളിക്കുന്നുണ്ടടാ. അതേമാതിരി നമുക്കൊന്നും കളിക്കാൻ കഴിയില്ല, സാധാരണക്കാർക്ക് കളിക്കാൻ കഴിയില്ല. പക്ഷെ ഇവർക്ക് ഇപ്പൊ ആറാട്ടാണ് ഏതെങ്കിലും പെണ്ണിനെ കണ്ട് ഇപ്പൊ അമിതാഭ് ബൈജുനെ കണ്ടാല് രാത്രി പോയിട്ട് ആ ഊട്ടി ക്യാമറ ഉള്ള ഫോണില് അമിതാഭ് ബൈജു സെക്ഷിയാണ്. അതൊക്കെ എന്താ പറയണത്? ഇവലൊക്കെ ഈ ഉളുപ്പില്ലാത്തതില് ഡിഗ്രി PG PhD ഡിപ്ലോമ അതടക്കം എടുത്തണേ. അതാണ് പറഞ്ഞത്, ഉളുപ്പില്ല ഞാൻ ലൈഫ് സെറ്റ്